നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഹായ് കൂട്ടുകാരെ, വിസ്മയ കാഴ്ചകളുടെ പൊടിപ്പൂരവുമായി എത്തുന്ന ജീസസ് കിഡ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പച്ച നിറഞ്ഞ കുസൃതി കാഴ്ചകളിലേക്ക് ഒരു യാത്ര. കൊണ്ടുപോകാനിതാ കാട്ടിലെ കൂട്ടുകാർ. അയ്യൻ്റെ അമ്മോ, എന്തൊരു മഴയായിരുന്നു. മര്യാദയ്ക്കൊന്ന് കളിക്കാൻ പോലും സാധിച്ചില്ല കേട്ടോ. എന്റെ കപിലെ, മഴയെ ശാപിക്കല്ലേ. അതെ അതെ, മഴ പെയ്യട്ടെ, എങ്കിലേ ഭൂമി തണുക്കൂ. ഭൂമി തണുത്താലേ വൃക്ഷങ്ങൾക്കും ചെടികൾക്കും വളർച്ച ഉണ്ടാവൂ. ഓ, പ്രകൃതി സ്നേഹം. ഫിലോസഫി 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 അല്ല, അതാണ് സത്യം. നമ്മള് വെള്ളം കുടിക്കാതെ കഷ്ടപ്പെടുന്നത് ഒന്ന് ഓർത്തു നോക്ക്. എന്നാലും മഴക്കെടുതിയെ കുറിച്ച് എന്തുമാത്രമാ ടിവിയിൽ കാണിക്കുന്നത്? അതിനിപ്പോ ആരാ വാർത്തകൾ കാണുന്നത്? ഫുൾ ടൈം സിനിമയല്ലേ സിനിമ. സിനിമയ്ക്കുകളൊക്കെ നല്ലൊരു ഉഗ്രൻ പരിപാടിയുണ്ട് ടിവിയില്. അതെന്ത് പരിപാടിയാ? ഒരു കിടിലൻ പരിപാടി. റിയാലിറ്റി ഷോ ആണോ? അതൊന്നുമല്ല. പലവിധ കഴിവുകളുള്ള, മറ്റുള്ളവർ അറിയാതെ പോകുന്ന അവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരം. ഇത്രയ്ക്കൊന്നും നീട്ടേണ്ട ആവശ്യമില്ല, കാര്യം പറ. അത് തന്നെയാ പറഞ്ഞത്, ജംഗിൾ കോമഡി. ജംഗിൾ കോമഡിയോ? അതെ, അത് പ്രോഗ്രാമിന്റെ പേരാ. അവിടെ എന്ത് കഴിവും കാണിക്കാൻ പറ്റുമോ? തീർച്ചയായും. മറ്റുള്ളവരുടെ കഴിവുകൾ എല്ലാവിധ സപ്പോർട്ടോടും കൂടി അവതരിപ്പിക്കുന്നു. സംഗതി കിടിലമായിരിക്കും അല്ലേ? കിടിലോ കിടിലം. നമ്മുടെ കാട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പങ്കെടുപ്പിക്കണം. അതെങ്ങനെയാ? അവരുടെ കഴിവുകൾ ഫോണിൽ പകർത്തണം, എന്നിട്ട് ഫേസ്ബുക്കിൽ ഇടണം. ഓ ഓ ഓ, സംഗതി വൈറലായാൽ ഷോ അവതരിപ്പിക്കാൻ ക്ഷണിക്കല്ലേ? അത് തന്നെ കാര്യം. എങ്കിൽ എനിക്കൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അതിന് കപിലിന് എന്ത് കഴിവാ ഉള്ളത്? എനിക്കോ കഴിവോ? ബെസ്റ്റായി. ഞാൻ നല്ല അടിപൊളിയായിട്ട് പാടില്ലേ മനോഹരമായ ഗാനങ്ങൾ. കപില, എന്നിട്ട് ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. ഞാൻ കഴിവുകൾ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുകയായിരുന്നു. കപിലിന് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിലേ നമുക്കത് ഫോണിൽ പകർത്താം. അതെ, ശരിയാണ്. അതിനിപ്പോ നല്ലൊരു ഫോൺ വേണ്ടേ? അതാണല്ലോ നമ്മുടെ പ്രോബ്ലം. ഫോണൊക്കെ ഞാൻ സംഘടിപ്പിക്കാം. ആദ്യം പാട്ട് പാട്ടെന്നൊക്കെ പറഞ്ഞാൽ അതിനിപ്പോ ആദ്യം ഫോൺ സംഘടിപ്പിക്കും. ഫോൺ നമുക്ക് നമ്മുടെ ഗംഭീറിന്റെ കയ്യിലുണ്ട്. ഗംഭീറിന്റെ കയ്യിൽ ഫോൺ എന്നൊക്കെ പറയുമ്പോ അത് പിന്നെ നമുക്ക് നാളെ തന്നെ ഗംഭീറിന്റെ വീട്ടിലേക്ക് പോകാം. പിന്നെയുമില്ല, കപില് നാളെ തന്നെ പാടുന്നു, നമ്മൾ ഫേസ്ബുക്കിൽ ഇടുന്നു. പാട്ട് വൈറലാവുന്നു, നമ്മുടെ കപിൽ ജംഗിൾ കോമഡിയിൽ പങ്കെടുക്കുന്നു. പറഞ്ഞു കുടിഞ്ഞു പോയി പറഞ്ഞേ. അതെ, നമ്മൾ ഫോൺ ചോദിച്ചാ ഗംഭീർ തരുവോ? അതാ എനിക്കും പേടി. നമ്മളെ കാത്ത് കപിൽ അവിടെ ഇരിപ്പുണ്ടാവും. അഥവാ ചൂടായ നമ്മൾ കളിക്കാൻ വരുന്നോന്ന് ചോദിക്കാൻ വന്നതാന്ന് പറഞ്ഞാ മതി. അത് നേരാ. നമ്മുടെ കയ്യിൽ ബാറ്റും ബോളും ഉണ്ടല്ലോ. എന്നാ വാ, നമുക്കെന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം.
ഗംഭീർ തരാതിരിക്കില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. അല്ല പിന്നെ ഗംഭീർ ദേഷ്യത്തിലാണല്ലോ. നമുക്ക് പോകാം. നമുക്ക് കാര്യം എന്താണെന്ന് അറിയാലോ. ഓ ദേ പാട്ട് പാടിയിരുന്നല്ലോ എല്ലാവരും. വിശന്നിട്ട് വയ്യ അപ്പോഴൊരു പാട്ട്. എന്താ ഗംഭീരെ, എന്താ പ്രശ്നം? എന്ത് പറയാനാ, ഇവിടെ വിശന്നിട്ട് വയ്യ അപ്പോഴവിടെ ഒരു പാട്ട്. കാര്യം പറയണ്ട ഗംഭീർ. നിങ്ങളോട് പറഞ്ഞത് എനിക്ക് എന്താ കാര്യം? നീ പാട്ടും പാടിയിരുന്ന അവിടെ ഇപ്പൊ കിട്ടും വയറ് നിറയ്ക്കാനുള്ളത്. ഇതിലും നല്ലത് വല്ല അനാഥ മന്ദിരത്തിലും പോയി കിടന്നതാ. ഇതെങ്ങോട്ടാ? പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം ഗംഭീറിന്റെ പപ്പ റേഡിയോയിൽ പാട്ട് കേൾക്കുകയാണെന്ന് തോന്നുന്നു. കൊണ്ടുപോകരുതേ അത് പാടുന്നത് പോലെ ഉണ്ടല്ലോ. നേരോ? കൊണ്ടുപോകരുതേ. അത് ഗംഭീറിന്റെ പപ്പ പാടുന്നതാ. ശരിയാ, എത്ര മനോഹരമായിട്ടാ പാടുന്നത്. അതെ അതെ, ഗംഭീരം. നമുക്ക് ഈ പാട്ട് ഫേസ്ബുക്കിൽ ഇട്ടാലോ? സംഗതി കൊള്ളാം, പക്ഷേ ഫോൺ വേണ്ടേ? പറഞ്ഞ നേരാണല്ലോ. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് ഗംഭീർ ദേഷ്യപ്പെട്ടു പോയത് എന്തിനാണ്? എന്തെങ്കിലും കാരണം ഉണ്ടാകുന്നേ. ഞാനൊരു കാര്യം പറയാം, ഈ പാട്ട് വൈറലാവും. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഫോൺ സംഘടിപ്പിക്കണം. ഗംഭീറിന്റെ പപ്പയ്ക്ക് നല്ല കഴിവുണ്ട്. അതെ, അത് നമുക്ക് പുറം ലോകത്തിനെ അറിയിക്കണം. നമുക്ക് ആരോടെങ്കിലും ചോദിച്ചൊരു ഫോൺ വാങ്ങാം. അതെ, നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാം. വാ എങ്കിൽ വാ. ചുണ്ടുകൾ നോവും. എന്റെ പീലി, ഞാൻ കരുതി പപ്പീസ് ഫോൺ തരില്ലെന്ന്. പപ്പീസേ ആളൊരു പാവാ. എന്തായാലും ഗംഭീറിന്റെ പപ്പയുടെ പാട്ടെടുത്തിട്ട് ഫോൺ വേഗം തിരിച്ചു കൊടുക്കണം. എന്നാലും പപ്പീസിനെ കൂടി കൂട്ടായിരുന്നു. ഇനി നമ്മള് ഗംഭീറിന്റെ വീട്ടിൽ ചെന്നാ ഗംഭീർ വല്ല പ്രശ്നം ഉണ്ടാക്കുവോ? ആ കാര്യത്തില് എനിക്ക് ഒരു പേടിയുണ്ട്. വരുന്നിടത്ത് വെച്ച് കാണാം. നമ്മൾ ചെയ്യുന്നത് ഒരു നല്ല പ്രവൃത്തിയല്ലേ? അതൊക്കെ ശരിയാ, എന്നാലും ഒരു പേടി. എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേ, നമുക്കൊന്ന് പോയി നോക്കാം. അതെ അതെ. ദേ, നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? മോട്ട് വിളിക്കേ. ഗംഭീരേ, ഗംഭീർ. ആരാ അത്? ഞാനാ പീലി. ഇവിടെ ഗംഭീറില്ലേ? ഞങ്ങള് ഗംഭീറിന്റെ കൂട്ടുകാരാ. ഓ ദേ വരുന്നു ട്ടോ. നമസ്കാരം. ഓ ഗംഭീറിന്റെ കൂട്ടുകാരാണോ? അതെ പപ്പ. മക്കളെ, ഗംഭീർ കുറച്ചു കാലമായിട്ട് എന്നോട് വലിയ ദേഷ്യത്തിലാ. എന്നെ ഇഷ്ടല്ല. എനിക്ക് ചെറിയ ചെറിയ അസുഖം വരുന്നത് കൊണ്ടേ ജോലിക്കൊന്നും പോവാൻ കഴിവില്ല. പപ്പ, ഗംഭീർ എവിടെ പോയതാ? ആർക്കറിയാം. ദിവസവും രാവിലെ പോകും, വൈകിട്ട് എപ്പോഴെങ്കിലും വരും. അയ്യോ, അപ്പോ പപ്പയുടെ ഭക്ഷണമൊക്കെ എങ്ങനെയാ? ഓ, നിങ്ങളെ പോലെയുള്ള ആരെങ്കിലും ഒക്കെ കൊണ്ടുതരും. ചിലപ്പോ ഒന്നും കിട്ടില്ല. ഇങ്ങനെ ഒരു അപ്പനുണ്ടെന്ന ചിന്ത പോലും ഗംഭീറിനില്ല. പപ്പ വിഷമിക്കാതെ പപ്പ. ഓ എന്ത് വിഷമം, വിഷമമെല്ലാം പണ്ടേ പോയതാ. അത് പോട്ടെ പപ്പ. പപ്പ നല്ലപോലെ പാട്ട് പാടുമല്ലേ? ഞാൻ എന്റെ ദുഃഖം മാറാൻ വേണ്ടിയിട്ടാ പാടാറ് മക്കളെ. പപ്പ, പപ്പ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടണം. അതെന്തിനാ മക്കളെ? പപ്പയുടെ പാട്ട് ഞങ്ങൾക്ക് കേൾക്കാനാ. ഓ ഓ ശരി, മക്കൾക്ക് വേണ്ടി ഞാൻ പാടാം കേട്ടോ. നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യമല്ലേ? പപ്പ ഇവിടെ ഇരിക്കേ. ഇവിടെ ഇരിക്കൂ പപ്പ, ഇരിക്കേ. ശരി, അവിടെ ഇരിക്കേ. പാടിക്കോളൂ പപ്പ. റെഡി. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നിന്നിഴൽ മാത്രം വരും. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ. ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. ചിരിക്കുമ്പോൾ കൂടെ. നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യമാ മക്കളെ.
സാറേ, ആ ഗംഭീറിന്റെ പപ്പയുടെ പാട്ട് വൈറലായി കേട്ടോ. ജംഗിൾ കോമഡിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സാറേ, വൈറലായ വീഡിയോക്ക് ലക്ഷക്കണക്കിന് ലൈക്കാ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ആ പാവങ്ങൾക്കൊരു പിടിവള്ളിയാവും നിങ്ങളുടെ ഈ പ്രവൃത്തി. സാറേ, ഈ വിവരം ഗംഭീറിന്റെ പപ്പയെ അറിയിക്കണ്ടേ? പിന്നെ തീർച്ചയായും അറിയിക്കണം. ഈ പപ്പീസിന്റെ ഫോണാ ഇതിന് സഹായമായത്. ഓ ആ മക്കളെ, എങ്കിൽ സമയം കളയണ്ട. ഈ സന്തോഷ വാർത്ത ഗംഭീറിന്റെ പപ്പയെ അറിയിക്കൂ. ചെല്ലേ. പോകാം. ടാറ്റാ സാറേ. ശരി. കൂട്ടുകാരായാൽ ഇങ്ങനെയിരിക്കണം, മിടുക്കന്മാർ. എന്റെ ദൈവമേ, ആകെയുണ്ടായിരുന്നൊരു ഫോണ് ഒരു അനുക്കുല്ലാന്നായി പറയുന്നത്. എന്താ ചെയ്യാ? അയ്യോ, ഹലോ ഹലോ. ഇപ്പത് നന്നാക്കണമെങ്കിൽ ഒരുപാട് പണം വേണ്ടി വരും. അതാ പ്രശ്നം. ഗംഭീരെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ് ഇത്ര വലിയ സന്തോഷം? ഗംഭീർ ആദ്യം ഗംഭീറിന്റെ പപ്പയെ ഒന്ന് വിളി. ഓ, അതിന് പപ്പ ഇവിടെ ഇല്ലെന്ന്. പപ്പ ഇവിടെ ഇല്ലെന്നോ? ആ, പപ്പേനെ ഞാനേ അഗതി മന്ദിരത്തിൽ കൊണ്ടാക്കി കഴിഞ്ഞ ദിവസം. എന്താ ഗംഭീരി പറയുന്നേ? മനസ്സിലായില്ലേ? എനിക്ക് നോക്കാൻ കഴിയാത്തതുകൊണ്ടേ ഞാൻ അദ്ദേഹത്തെ വൃദ്ധസദനത്തിലാക്കിന്ന്. വൃദ്ധസദനത്തിലോ? ഗംഭീറിന്റെ പപ്പ ഇപ്പൊ ആരാണെന്ന് അറിയാമോ? താരമാണ്, താരം. താരല്ല, താരൻ അല്ല പിന്നെ. അതേന്ന് ജംഗിൾ കോമഡിയിലെ സ്റ്റാർ അല്ലേ പപ്പ? ഗംഭീരെ, ആ ഫോൺ എടുത്ത് യൂട്യൂബിലൊന്ന് നോക്ക്, അപ്പ കാണാം. ഓ, എന്റെ കുറച്ച് ദിവസമായിട്ട് ഔട്ട് ഓഫ് ഓർഡർ. നിങ്ങൾ പറയുന്നത് സത്യമാണ്. സത്യമാണ് ഗംഭീരെ, നോക്ക് യൂട്യൂബിൽ. കണ്ടോ? പപ്പീസേ, വാ നമുക്ക് പോകാം. ഈ ഗംഭീരനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എന്താ കാര്യം തെളിച്ചു? സ്വന്തം പിതാവിനെ അനാഥ മന്ദിരത്തിൽ തള്ളിയ ഗംഭീരനോട് സംസാരിക്കാൻ ഞങ്ങളില്ല. പപ്പീസേ, വാ. ഗംഭീരെ, ഒരു ദിവസം ഗംഭീർ പപ്പയെ അംഗീകരിക്കും, ആദരിക്കും. ഇതിനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താ പെണ്ണേ, പപ്പ ഹിറ്റ് മേക്കറായോ? പാട്ടുകാരനാണെന്നോ? എന്റെ പപ്പ എന്റെ ബുദ്ധിയില്ലായ്മയാണല്ലോ ഞാൻ കാണിച്ചത്. എന്റെ പപ്പയെ ഞാൻ മനസ്സിലാക്കിയില്ല. എന്റെ പപ്പ ഇത്ര വലിയ ആളാണോ? എനിക്ക് ഇപ്പൊ തന്നെ പപ്പയെ വിളിക്കണം. വൃദ്ധസദനത്തിലേക്ക് പോയി പപ്പയെ കൊണ്ടുവരണം. എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഹലോ. ഓ, ആ നേരത്തെ ഈ ഫോണിന്റെ കംപ്ലൈന്റ്. ഓ, ഹലോ ഹലോ. എന്തൊരു കഷ്ടം നോക്കിയേ. ഹലോ. ഈ കാടിന്റെ തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഗംഭീറിന്റെ പപ്പ. നല്ലൊരു ഗായകൻ ഈ മനസ്സിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അത് പുറത്തു കൊണ്ടുവരുവാൻ ഗംഭീറിന്റെ കൂട്ടുകാർക്ക് സാധിച്ചു. ഞാൻ എന്റെ പപ്പയെ തള്ളി പറഞ്ഞു. ഞാൻ പപ്പയെ മനസ്സിലാക്കിയില്ല. ഗംഭീർ, ഇന്ന് ഗംഭീറിന്റെ പപ്പ അറിയപ്പെടുന്നൊരു ഗായകനാ. അതിന്റെ ക്രെഡിറ്റ് ഗംഭീറിന്റെ കൂട്ടുകാർക്കാ. സാറ്, ഞാൻ അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ദൈവം എന്നെ കണ്ണു നിറപ്പിച്ചു. എല്ലാം ഇനി എനിക്ക് എന്റെ പപ്പയാ. പപ്പ. ഗംഭീരെ, സാരമില്ല മക്കളെ. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമേ അവർ ജീവിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അതെ അതെ. ആ, പപ്പീസിന്റെ പപ്പ പറഞ്ഞതാ ശരി. നമ്മുടെ മാതാപിതാക്കൾ നല്ല ജീവിതം നയിക്കേണ്ട സമയത്ത് മക്കൾക്ക് വേണ്ടി സമയവും ആരോഗ്യവും ചെലവഴിക്കുന്നു. അവരെ പിന്നീട് നമ്മൾ തള്ളിപ്പറയുന്നു. വരുന്ന പുതിയ തലമുറയ്ക്കെങ്കിലും ഇതിന് മാറ്റം വരുത്തേണ്ടതുണ്ട്. ശരിയാ. ഏതായാലും ഇതൊരു സന്തോഷമുള്ളൊരു ദിവസം. ഇന്ന് നമുക്ക് ഗംഭീറിന്റെ പപ്പയുടെ ഒരു പാട്ട് കേൾക്കാം. എന്താ? ആയിക്കോട്ടെ സാർ. എനിക്ക് ഇത്രയും വലിയ അംഗീകാരം നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനൊരു ദൈവസ്തുതി പാടാം. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? വിനോദയാത്രയിലൂടെ പോയി നമ്മളിനി എത്തിച്ചേരുന്നത് വചനത്തിന്റെ പാതയിലേക്ക്. അവിടെ നമ്മെ കാത്തിരിക്കുന്നു ടിങ്കോ ടിങ്കോ ലിറ്റിൽ സ്റ്റാർ.
ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്ങൾ. എന്തൊക്കെയാ ടിങ്കു വിശേഷങ്ങൾ? അങ്ങൾ, ആ ഞാൻ അങ്ങളെ നോക്കിയിരിക്കാം. ഓ അത് ശരി. എന്തിനാ എന്നെ നോക്കിയിരുന്നത്? എനിക്ക് ഒരുപാട് കാര്യം അറിയാനുണ്ട്. ഓ അത് ശരി. എന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്? ഇന്ന് ടിങ്കു സ്കൂളിലൊക്കെ പോയി തുടങ്ങി, ടിങ്കുവിൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങി, ഒരുപാട് വിശേഷങ്ങൾ സ്കൂളിൽ പറയാനായിട്ടുണ്ട്. ഓക്കെ, എന്താ ടിങ്കുവിന് അങ്കിളിനോട് പറയാനായിട്ടുള്ളത്? അങ്ങൾ, ആ ഞാന് നീയേ ഞാൻ അറിയട്ടെ. ആ പറ. ഞാന് ഒന്ന് പെട്ടെന്ന് പറ, അങ്കിൾ കേൾക്കാൻ കൊതിയായി. ഞാൻ അറിയട്ടെ അങ്ങൾ. പെട്ടെന്ന് പറ. അതെ, ആ ഞാനാണ് ആ ക്ലാസ് ലീഡർ. ഓ അത് ശരി. അപ്പം ടിങ്കുവിനെ ക്ലാസ് ലീഡറായിട്ട് തിരഞ്ഞെടുത്തോ? അതെ അങ്ങൾ. ഓ വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലേ? ആ ഉണ്ട് ഉണ്ട് അങ്ങൾ. ഓക്കെ, അപ്പം ടിങ്കുവിന് എന്ത് തോന്നുന്നു ഒരു ക്ലാസ് ലീഡറൊക്കെ ആയപ്പം? എനിക്ക് ഭയങ്കര സന്തോഷം. ഓ സന്തോഷമുണ്ട്. സന്തോഷം മാത്രമേ ഉള്ളൂ? അല്ല അങ്ങൾ. പിന്നെ എന്താ ഉള്ളേ? ഇനി എന്താ? അത് ശരി. അപ്പം ബാക്കി അറിയത്തില്ലേ? ഇല്ല. ഓ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആണോ അങ്ങൾ? അത് ശരി. അപ്പോൾ ലീഡർ ആയാൽ നിസ്സാരമായ കാര്യമാണെന്നാണോ നീ ചിന്തിച്ചിരിക്കുന്നത്? അല്ല അല്ല. പിന്നെ എന്താ ഉള്ളത്? ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഉണ്ടല്ലേ? അതെ അങ്ങൾ. ഓക്കെ, അപ്പോൾ ഒരു ലീഡറൊക്കെ ആയ സ്ഥിതിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിന്റെ ക്ലാസ്സിന് വേണ്ടി നീ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഞാന് ടീച്ചർമാരെ അനുസരിക്കും. ആ ടീച്ചർമാരെ അനുസരിക്കും. പിന്നെ എല്ലാ കുട്ടികളെ നന്നായി നോക്കും. കുട്ടികളൊക്കെ നന്നായിട്ട് നോക്കുമെന്നോ? അതെ. അതെന്തിനാ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ആരെങ്ങനെ വർത്താനം അറിയണ്ടോന്നറിയാൻ. വർത്താനം പറയുന്നുണ്ടോന്ന് അറിയാനാണോ? അപ്പം ഇത് മാത്രമാണോ ഒരു ലീഡറിൻ്റെ ജോലി എന്ന് പറയുന്നത്? അതല്ലേ ഉള്ളൂ. അല്ല, ഒരു ലീഡർ ആകുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഏറ്റവും നല്ല ലീഡറിൻ്റെ യോഗ്യത എന്താണെന്നറിയാമോ? എന്താണ്? അവർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. അപ്പം വിശ്വസ്തതയുള്ള നല്ലൊരു ലീഡറിനെയാണ് നിങ്ങളുടെ ക്ലാസ്സിന് ആവശ്യമായിട്ടുള്ളത്. കൂട്ടുകാരെ, ദൈവത്തിൻ്റെ മക്കളാണ് നാം ഓരോരുത്തരും. നാം ആയിരിക്കുന്ന സ്ഥലത്ത് നാം ഓരോരുത്തരും ടിങ്കുവിനെ പോലെ ലീഡേഴ്സാണ്. ലീഡേഴ്സായ നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് നാം വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. പിന്നെയോ, വിശ്വസ്തത മാത്രമല്ല, ദൈവം നമ്മിൽ നിന്ന് നോക്കുന്ന മറ്റൊരു കാര്യമാണ് ആത്മാർത്ഥത. നാം നമ്മുടെ ക്ലാസ്സിനോട് വളരെ ആത്മാർത്ഥതയുള്ളവരായിരിക്കണം. ടിങ്കുവിന് വേണ്ടി ആയിരിക്കരുത് വിജയങ്ങൾ നേടേണ്ടത്, നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയാണ്. ഞാൻ അങ്ങനെ ചെയ്യുന്ന. ആത്മാർത്ഥത മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. അതിയായ ആഗ്രഹങ്ങൾ ക്ലാസ്സിൽ വളർത്തിയെടുക്കണം. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും ജയിക്കണം, എല്ലാവരും നല്ല സ്വഭാവം ഉള്ള കുഞ്ഞുങ്ങളായി തീരണം. അങ്ങനെ വിവിധങ്ങളായ നല്ല ആഗ്രഹങ്ങൾ ഒരു ലീഡർക്കുണ്ടാകണം. ഞാനതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഒരു നല്ല ലീഡർ ആരായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തത. പിന്നെയോ ആത്മാർത്ഥത ഉണ്ടാകണം. ആത്മാർത്ഥതയോടെ നല്ല ആഗ്രഹങ്ങളും ഉണ്ടാകണം. ആഗ്രഹങ്ങൾ മാത്രം പോരാ, പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കണം. എന്താ ചെയ്യുക? എന്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം ജയിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കണം. പിന്നെ പ്രോത്സാഹിക്കണം. പ്രോത്സാഹം കൊടുക്കണം. ഓക്കെ, പിന്നെ പ്രവർത്തിക്കണം. പ്രവർത്തിക്കുകയും വേണം. ഓക്കെ, ഒരു ലീഡറായപ്പോൾ ടിങ്കു ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പ്രിയ കൂട്ടുകാരെ, നാമും യേശുവിന് വേണ്ടി ലീഡേഴ്സായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ്. നാം ദൈവത്തോട് ആത്മാർത്ഥതയുള്ളവരായിരിക്കണം. മാത്രമല്ല, ദൈവത്തോട് നാം വിവിധമായ ആവശ്യങ്ങൾ പറഞ്ഞ് നല്ല ആഗ്രഹത്തോടെ ഭൂമിയിൽ ജീവിക്കണം. അതുമാത്രവും പോരാ, നന്നായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരായിട്ട് തീരണം. അങ്ങനെയുള്ള കൂട്ടുകാർക്ക് ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. ടിങ്കു, നീ തയ്യാറാണോ? ഞാൻ തയ്യാറാണ്. കൂട്ടുകാരെ, നിങ്ങൾ തയ്യാറാണോ? ടിങ്കുവിന് പുതിയ ഉത്തരവാദിത്വം കിട്ടി. അതുപോലെ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ നല്ല ആഗ്രഹത്തോടെ അധ്വാനിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി തീരാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ഓക്കെ, ബൈ. ഇന്നത്തെ വിഭവങ്ങൾ സ്വാദിഷ്ടവും രുചികരവുമാണെന്ന് കരുതട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ
വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഇനിയൊരു വിനോദചിന്ത യാത്രയിൽ നമ്മൾ കൂട്ടിമുട്ടുന്നത് വരെ ബൈ.